Good evening to all. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് അടുത്ത് വേഗം സെൻഡ് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയായോ എക്സാമിന് വേണ്ടി? റെഡിയായോ എല്ലാവരും? ഇല്ലേ? ആയില്ലേ? അപ്പൊ എല്ലാവരും നല്ല പോലെ പഠിച്ച് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് എന്താ പഠിക്കേണ്ടത്? നമ്മൾ അന്നത്തെ മൂന്നാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഡിസ്കസ് ചെയ്തോ ക്ലാസ്സില്? ചെയ്തോ? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് അത് ചെയ്യണം. പാഠം കഴിഞ്ഞില്ലേ? പാഠം കഴിഞ്ഞില്ലേ? ഓ, അപ്പൊ പാഠം കഴിഞ്ഞു അല്ലേ? നമ്മൾ പാഠം എടുത്തു കഴിഞ്ഞില്ലേ? അപ്പോ അതിന്റെ പദം ഒന്നുകൂടെ വായിക്കാം. അതിനുശേഷം പാഠം 3 തിരുവചനം ഗുരുവചനം തിരുവചനം. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഗുരുവും ഗുരുപത്നിയും പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. മറ്റാരും അടുത്തെങ്ങുമില്ല. ഇത് തന്നെ നല്ല തക്കം. ഇന്നയാളുടെ കഥ കഴിക്കണം. സുകുമാരൻ ഒരു വലിയ പാറക്കല്ലുമായി പാത്തും പതുങ്ങിയും ഗുരുവിന്റെ തട്ടിൻപുറത്തേക്ക് വലിഞ്ഞു കയറി. വീടിന്റെ മേൽക്കൂരയിൽ എവിടെയോ ഇരുന്ന് നരിച്ചീറുകൾ ബഹളം കൂട്ടുന്നുണ്ട്. സുകുമാരൻ തന്റെ കയ്യിലുള്ള പാറക്കല്ല് ബലമായി പിടിച്ചു. അവൻ അവിടെ ഇരുന്ന് ഓരോന്നങ്ങനെ ഓർക്കാൻ തുടങ്ങി. എത്ര നാളായി അയാൾ തന്നെ ശകാരിക്കുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശകാരം തന്നെ ശകാരം. ഗുരുവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശിഷ്യനോട് അല്പമെങ്കിലും കരുണ കാണിക്കണ്ടേ? ഇനിയും കുറ്റം പറച്ചിൽ കേൾക്കാൻ വയ്യ. ഇന്ന് അയാളുടെ കഥ കഴിക്കണം. ഈ പാറക്കല്ല് തലയിൽ തന്നെ വീഴ്ത്തണം. സുകുമാരൻ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു. പല്ല് ഞെരിച്ചു. താൻ എത്ര എളിമയോടു കൂടിയാണ് അയാളോട് പെരുമാറുന്നത്. ഇത്രയും അച്ചടക്കവും അനുസരണയും കാണിക്കുന്ന ശിഷ്യന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്നിട്ടും ശാസന തന്നെ ശാസന. പുറത്താരുടെയോ കാൽപെരുമാറ്റം കേൾക്കുന്നു. സുകുമാരൻ ചെവിയോർത്തു. അതാ അവർ വരികയാണ്. ഗുരുവും ഗുരുപത്നിയും. അകത്തു കയറി അത്താഴം കഴിക്കാനിരിക്കട്ടെ. അപ്പോൾ കല്ല് തലയിലേക്കിടാം. പെട്ടെന്ന് ഗുരുമന്ദിരത്തിലെ വിളക്ക് തെളിഞ്ഞു. സുകുമാരൻ ഒന്നുകൂടി ശ്വാസം അടക്കി പിടിച്ചു. നെഞ്ചിടിപ്പിന്റെ ശബ്ദമെങ്ങാനും ഗുരു കേട്ടാലോ? ഗുരുപത്നി ചെറിയ പാത്രത്തിൽ അന്ന് കിട്ടിയ ഭിക്ഷച്ചോറ് വിളമ്പി. ഇരുവരും ഒരു പുല്ലുപായ വിരിച്ച് അത്താഴം കഴിക്കാനിരുന്നു. സുകുമാരന്റെ നെഞ്ച് പടപടാ എന്നിടിച്ചു. ഇനി നിമിഷങ്ങൾ മാത്രം. തന്നെ ശാസിക്കുന്ന ദുഷ്ടനായ ഗുരുവിന്റെ കഥ ഇതോടെ തീരുകയാണ്. അവൻ കല്ലിൽ മുറുകെ പിടിച്ചു. അപ്പോഴാണ് താഴെ ഒരു സംസാരം കേട്ടത്. സുകുമാരൻ ചെവി വട്ടം പിടിച്ച് അത് ശ്രദ്ധിച്ചു. ഗുരുപത്നി ഗുരുവിനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് നമ്മുടെ സുകുമാരനെ എപ്പോഴും ശാസിക്കുന്നത്? അവൻ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. ഓ, അത് നീ ശ്രദ്ധിച്ചോ? ഗുരു സന്തോഷത്തോടെ പത്നിയെ നോക്കി. തൊട്ടതിനൊക്കെ ഉപദേശിക്കുന്ന അവന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഈയിടെ അവന്റെ മുഖം എപ്പോഴും മ്ലാനമാണ്. ഗുരുപത്നി വിശദമാക്കി. സുകുമാരൻ എന്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യനാണ്. അവനിൽ പല വിശിഷ്ട ഗുണങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പൊന്നുപോലെയാണ് അവന്റെ മനസ്സ്. എങ്കിലും ചെറിയ കുറവുകൾ അവനിൽ കാണുന്നുണ്ട്. അതുകൂടി നീക്കി അവനെ ഊതിക്കാച്ചിയ പൊന്നുപോലെ തിളക്കമുള്ളവനാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ വെറുതെ ശകാരിക്കുകയല്ല. ഗുരുവിന്റെ മുഖം അഭിമാനം കൊണ്ട് തുടുക്കും. ഓഹോ, അങ്ങനെയാണല്ലേ? അപ്പൊ ഞാനും വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഗുരുപത്നി ക്ഷമാപണത്തോടെ അറിയിച്ചു. ഈ സംഭാഷണം കേട്ട് തട്ടിൻമുകളിലിരുന്ന സുകുമാരൻ ഞെട്ടി. അവന്റെ കൈകാലുകൾ വിറച്ചു. ശ്വാസം പോലും പെട്ടെന്ന് നിന്നുപോയതുപോലെ തോന്നി. തന്നെ പ്രാണനുകളിൽ സ്നേഹിക്കുന്ന ഗുരു, തന്നെ ഊതിക്കാച്ചിയ പൊന്നാക്കി മാറ്റാൻ പാടുപെടുന്ന ഗുരു. ഈ ഗുരുവിനെയാണോ താൻ ദാരുണമായി കൊല്ലാൻ ശ്രമിച്ചത്? താൻ ഒരു മഹാഭാവിയാണ്, ഗുരുദ്രോഹിയാണ്, തേനും പാലും നൽകുന്ന കയ്യിൽ കൊത്താനോടിയ സർപ്പമാണ്. ഇതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അണപൊട്ടി ഒഴുകി. ഗുരുവും ഗുരുപത്നിയും ഉറക്കമായപ്പോൾ സുകുമാരൻ കയ്യിലുള്ള പാറക്കല്ലുമായി ശബ്ദമുണ്ടാക്കാതെ പുറത്തു കിടന്നു. പക്ഷെ അന്ന് രാത്രി സുകുമാരൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് അതിരാവിലെ അവൻ ഗുരുവിന്റെ സന്നിധി എത്തി. സുകുമാരൻ വിനയപൂർവ്വം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് അങ്ങയോട് ഒരു പ്രധാന കാര്യം ചോദിച്ചറിയാനുണ്ട്. എന്താണത്? ഗുരു അന്വേഷിച്ചു. തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഗുരുവിനെ നീചമായി കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യനെ എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? സുകുമാരൻ ഗുരുമുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെയുള്ള ഒരു ശിഷ്യൻ ഉമിത്തിയിൽ നീറി മരിക്കുകയാണ് വേണ്ടത്. ഗുരു മറുപടി പറഞ്ഞു. താമസിയാതെ സുകുമാരൻ ഒരു വലിയ കുഴി കുഴിച്ച് അതിലിറങ്ങി നിന്നു.
പിന്നെ കഴുത്തറ്റം വരെ ഉമിയിട്ട് മൂടി. എന്നിട്ട് ആ ഉമിക്ക് തീ കൊളുത്തി. തന്റെ ഉത്തമ ശിഷ്യനായ സുകുമാരനാണ് ഇപ്രകാരം തെറ്റ് ചെയ്തതെന്നറിഞ്ഞ് ഗുരുവിന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. ഉമിത്തിയിൽ നിന്ന് സുകുമാരനെ രക്ഷിക്കാൻ അദ്ദേഹം പല ഉപദേശങ്ങളും നൽകിയെങ്കിലും സുകുമാരൻ അതിൽ നിന്ന് അണുവിട പോലും പിന്മാറാൻ തയ്യാറായില്ല. ആ ഉമിത്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്വയം നിർമ്മിച്ച് പാടിയതാണത്രേ ശ്രീകൃഷ്ണ വിലാസം കാവ്യം. എന്നാൽ ആ കാവ്യം പൂർത്തിയാക്കാൻ സുകുമാര കവിക്ക് കഴിഞ്ഞില്ല. 12ാമത്തെ സർഗത്തിലെ 62ാമത്തെ ശ്ലോകം പാടുമ്പോഴേക്കും ഉമിത്തി പടർന്നു കയറി. അതോടെ അദ്ദേഹത്തിന്റെ നാവ് വെന്തുപോയെന്നാണ് പറയപ്പെട്ടത്. അങ്ങനെ പ്രതിഭാശാലിയായിരുന്ന സുകുമാര കവിയുടെ ശബ്ദം എന്നേക്കുമായി നിലച്ചു. എങ്കിലും ഗുരുപത്നിയുടെ ഒരു വലിയ പ്രതീകമായി അദ്ദേഹം ജീവിക്കും. അല്ലെ? അതാണ് ആ പാഠം. പാഠം എല്ലാവർക്കും ഓക്കെ ആണല്ലോ? മനസ്സിലായതല്ലേ? നെക്സ്റ്റ് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് കടക്കാം. ഓക്കെ. പിന്നെ ഓർമ്മിക്കാന്ന് പറഞ്ഞൊരു പദ്യം ഉണ്ടായിരുന്നു ഇവിടെ. അറിവിൻ ചെപ്പു തുറന്നു തരുന്നു അലിവോടെന്നും ഗുരുനാഥൻ, അക്ഷരവിദ്യ പഠിപ്പിക്കുന്നു നിത്യം നമ്മളെ ഗുരുനാഥൻ, സത്യത്തിന്റെ വഴിത്താരകളിൽ നമ്മെ നയിപ്പൂ ഗുരുനാഥൻ, വിജയകിരീടം ചൂടിക്കുന്നു നമ്മളെ എന്നും ഗുരുനാഥൻ. അല്ലേ? അതും മിസ് പറഞ്ഞാണ്. ഇനി നെക്സ്റ്റ് പദങ്ങളുടെ അർത്ഥം പഠിക്കാം. പത്നി എന്താ? ഭാര്യ. പത്നി ഭാര്യ. തക്കം സമയം, അല്ലെ? സന്ദർഭം അല്ലെങ്കിൽ സമയം. തക്കം നോക്കി തന്നെ സന്ദർഭം നോക്കി. കരുണ ദയവ്. ചെവി ഓർക്കുക, ശ്രദ്ധിക്കുക. നോട്ട് എഴുതുന്ന സമയത്ത് ഈ അർത്ഥം എല്ലാരും എഴുതിയിട്ടുണ്ടോ നോട്ടില്? അർത്ഥം എഴുതിയതിനു ശേഷമാണല്ലോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത്. അപ്പൊ കരുണ ദയവ്, ചെവി ഓർക്കുക, ശ്രദ്ധിക്കുക, ഗൃഹം വീട്, കഥ കഴിക്കുക കൊല്ലുക, ചെവി വട്ടം പിടിക്കുക നല്ലപോലെ ശ്രദ്ധിക്കുക, വിശിഷ്ടം മേന്മയേറിയത്, സന്നിധി സമീപം, അണുവിട തീരെ കുറച്ച്, പിന്നെ പ്രതിഭാശാലി സങ്കല്പശേഷിയുള്ള ആൾ. ഓക്കെ. പ്രതീകം പ്രതിരൂപം അടയാളം. വിപരീത പദം ബലം. ബലത്തിന്റെ എന്താ? ദുർബലം. ദുർബലം. അഭിമാനം. അപമാനം. അപമാനം. അപമാനത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് അപമാനം എന്നാണ് കേട്ടോ. അപമാനം. ജുവാന കേൾക്കുന്നുണ്ടോ? ജുവാന ആർക്കും കേൾക്കുന്നില്ലേ? അശ്വിൻ എന്തേ? അശ്വിൻ അപ്പൊ അഭിമാനം. അശ്വിൻ എന്തേ കേൾക്കുന്നില്ലേ? അശ്വിൻ അപമാനം. ഓക്കെ, അപമാനം. നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ് അല്ലെ? മാതൃക അതിൽ തന്നിട്ടുണ്ട്. പാറ പ്ലസ് കല്ല്, പാറക്കല്ല്. നെക്സ്റ്റ് മേൽ പ്ലസ് കൂര, മേൽക്കൂര. മേൽക്കൂര. നെക്സ്റ്റ് ഓരോന്ന് പ്ലസ് അങ്ങനെ, ഓരോന്നങ്ങനെ. കഴുത്ത് പ്ലസ് അറ്റം, കഴുത്തറ്റം. പര്യായ പദങ്ങളിൽ മ്ലാനം, വാട്ടം, സർപ്പം, നാഗം, എഴുതിവെക്കണ നോട്ടിലെ നെക്സ്റ്റ് വാക്യത്തെ പ്രയോഗിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഞാൻ എഴുതി തന്നിട്ടുണ്ട് അല്ലെ? എല്ലാരും വായിച്ചു പഠിക്കണം. പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമാണ്. സുകുമാരൻ എവിടെയാണ് വലിഞ്ഞു കയറി ഇരുന്നത്? എവിടെയാണ്? ഗുരുനാഥന്റെ തട്ടിൻപുറത്ത്, വീട്ടില്. ഓക്കെ, തട്ടിൻപുറത്ത് അല്ലെ? ഗുരുനാഥന്റെ വീടിന് തട്ടിൻപുറത്താണ് സുകുമാരൻ വലിഞ്ഞു കയറി ഇരുന്നത്. എന്തായിരുന്നു സുകുമാരന്റെ ഉദ്ദേശ്യം? ഗുരുവിനെ ശകാരിക്കുന്ന കഴിക്കണം അല്ലെ? അതായിരുന്നു ഗുരുവിനെ കൊല്ലുക ഉദ്ദേശം. ഓക്കെ,
കാരണം എന്തായിരുന്നു? സുകുമാരൻ അദ്ദേഹത്തിന്റെ കഥ കഴിക്കാൻ. അതാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ളൂ. അതിന് കാരണം എന്തായിരുന്നു? സുകുമാരൻ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിലും സുകുമാരൻ എന്ത് നല്ല കാര്യം ചെയ്തിരുന്നെങ്കിലും ഗുരു എപ്പോഴും സുകുമാരന്. നെക്സ്റ്റ് എന്താ? ഗുരുപത്നി ഗുരുവിനോട് എന്താണ് ചോദിച്ചത്? വെറുതെ നമ്മുടെ സുകുമാരനെ വഴക്ക് പറയുന്നത് കൃത്യമായി ചെയ്യുന്നു. വായിക്കാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്തോന്ന് അറിയാനാണ് ഈ പരിപാടി. ഓക്കെ, നെക്സ്റ്റ് ഗുരുവിന് മറുപടി തിരിച്ചു എഴുതുക. എന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മിടുക്കനായ സുകുമാരനിൽ ഗുണങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും പൊന്നു പോലെയുള്ള അവന്റെ മനസ്സിൽ ചെറിയ കുറവുകൾ നീക്കി അവന്റെ ഉദിക്കാച്ച പൊന്നു പോലെ ഇളക്കമുള്ളതാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നുമാണ് ഗുരുവിന്റെ മറുപടി. എന്തുകൊണ്ടാണ് സുകുമാരൻ കരഞ്ഞത്? തന്നെ പ്രാണനുകൂലം സ്നേഹിക്കുന്ന ഗുരുവിനെ ദാരുണമായി കൊല്ലാൻ ശ്രമിച്ച താൻ ഒരു മഹാപാപിയും ഗുരുദ്രോഹിയുമാണെന്ന് ഓർത്തപ്പോഴാണ് സുകുമാരൻ കരഞ്ഞത്. നെക്സ്റ്റ്, ഗുരുവിനെ നീചമായി കൊല്ലാൻ ശ്രമിക്കുന്ന ശിഷ്യനെ ഗുരു വിധിച്ച ശിക്ഷ എന്ത്? മരിക്കാനാണ് ഗുരു ആ ശിഷ്യന് വിധിച്ച ശിക്ഷ. സുകുമാരൻ പാടിയ കാവ്യത്തിന്റെ പേരെന്താണ്? ശ്രീകൃഷ്ണ വിലാസം എന്നാണ് സുകുമാരൻ പാടിയ കാവ്യത്തിന്റെ പേര്. ശ്രീകൃഷ്ണ വിലാസം എന്നാണ് സുകുമാരൻ പാടിയ കാവ്യത്തിന്റെ പേര്. മ്യൂട്ട് ചെയ്ത് വെക്കും, ക്ലിയർ ആവില്ല. ഒന്ന് മ്യൂട്ട് ചെയ്തേ എല്ലാവരും. പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. ചെയ്തോ? ഓക്കെ. അപ്പോ സുകുമാരൻ പാടിയ കാവ്യത്തിന്റെ പേര് എന്താണ്? ശ്രീകൃഷ്ണ വിലാസം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? സുകുമാരന്റെ അന്ത്യം ചുരുക്കി എഴുതുക അല്ലേ? ആരാ വായിക്കുന്ന ഒരാള്? ആരോമല നോട്ട് എഴുതിയോ നോക്കട്ടെ. ആരോമല ഒന്ന് വായിച്ചത് അതിന്റെ ആൻസർ. കിട്ടിയില്ലായിരുന്നു, നോട്ട് കിട്ടിയില്ലായിരുന്നു അല്ലേ? 6th ഗ്രൂപ്പിലുണ്ടോ ആരോമല്? അല്ല, ആഡ് ചെയ്യേണ്ടി വരുമോ വീണ്ടും? നിങ്ങളുടെ 6th സ്റ്റാൻഡേർഡിന്റെ ഗ്രൂപ്പിൽ ആരോമലുണ്ടോ? ഉണ്ടോ ആരോമലെ? പ്ലീസ് അൺമ്യൂട്ട് ആരോമൽ. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കാണുമല്ലോ. ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തത് കാണാത്ത എത്ര പേരുണ്ട്? കണ്ട എത്ര പേരുണ്ട്? മിസ് നോട്ട് അയച്ചു തന്നത് കണ്ട എത്ര പേരുണ്ട്? ഓക്കെ, 2 3 4 5 6 7. ഷാനിഫിന് കേൾക്കാത്തോണ്ടാന്ന് തോന്നുന്നു. ഷാനിഫെ, ജുവാന എഴുതിയാണ്. ജുവാന സ്ട്രക്കാണ്. നേരത്തെ ജുവാന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഇന്ന സംശയം പറഞ്ഞു. അപ്പൊ അത് എഴുതിയ കുട്ടികളെ എനിക്ക് കൃത്യമായി മനസ്സിലാവും. എന്തുകൊണ്ടാണെന്നറിയോ? അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടി അത് വിളിച്ച് പറയുന്നുണ്ട് എന്നോട്. മിസ്സേ, 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഇന്നതാണ് സ്വർഗത്തിലെന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് പലതവണ ക്ലിയർ ചെയ്തിട്ട് വിട്ടുകയാണ്, എന്നാലും എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് 2 കുട്ടികൾ എന്നെ ഓൾറെഡി വിളിച്ചു പറഞ്ഞു. പിന്നെ ഇന്ന് ജുവാന ഏതോ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എങ്ങനെയോ പോയി, അതുകൊണ്ട് ഒന്നുകൂടി അത് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാതിരുന്നെങ്കിൽ എന്നെ പേഴ്സണലായി കോൺടാക്ട് ചെയ്ത് ഞാൻ അയച്ചു തരും. ഓക്കെ, എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് ആരോമല നീ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് മിസ് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, നീ കഴിഞ്ഞ വർഷത്തെ നല്ല കുട്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇത് ഓൺലൈൻ ക്ലാസ് അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് വിടല്ല. കാരണം ഫീസ് നിങ്ങൾ കൃത്യമായി പേ ചെയ്യണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സും കൃത്യമായി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ ഗുണം.
ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്യും വേണം. അതുപോലെ നമ്മൾ തരുന്ന നോട്ട് നിങ്ങൾ കൃത്യമായി എഴുതിയെടുക്കണം. കാരണം നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അത് എഴുതാൻ വിടുന്നത് എന്തുകൊണ്ടാ, നിങ്ങൾ കൃത്യമായി പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എഴുതണം, എഴുതിയെടുക്കണം. എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പൊ ആരോമൽ ഇന്ന് വൈകുന്നേരം എന്നെ വിളിച്ച് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരും, അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോ പിന്നെ എന്നാ നമുക്ക് അത് എഴുതിയില്ല, സുകുമാരൻ അത് ഞാൻ നോട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും അത് എഴുതിയെടുക്കണം. അപ്പൊ നമുക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയൂ നോക്കട്ടെ. ടെക്സ്റ്റിൽ ഇല്ലാത്തതാണോ? അല്ലല്ല, എല്ലാം ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി നിങ്ങളെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൂ. പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലും ഇല്ല. ടെക്സ്റ്റിലുള്ളതും ഞാൻ പറഞ്ഞതുമായ ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. ഓക്കെ, അപ്പോ നവജവാൻ ഭാരത് സഭക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഒരാള്. ഓക്കെ, ചന്ദ്രശേഖർ ആസാദ്. അപ്പാടും നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. തുറന്നു കഴിഞ്ഞാൽ ആൻസർ പറഞ്ഞ ഉടനെ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭഗത് സിംഗിന്റെ മാതാപിതാക്കളുടെ പേരെന്ത്? ഭഗത് സിംഗിന്റെ മാതാപിതാക്കളുടെ പേരെന്ത്? ഓക്കെ, ആതിര പറഞ്ഞു. ആതിര അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. വിദ്യാവതിയും കിഷൻ സിംഗും. അപ്പോ പിന്നെ ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് എപ്പോൾ? ജോയില് പറഞ്ഞോ, ജോയിൽ അൺമ്യൂട്ട് ആണ്, പറഞ്ഞോ. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടത് എപ്പോൾ? ടെക്സ്റ്റ് നോക്കി പറയുവാൻ അറിയില്ല, പഠിച്ചു വെക്കണം കേട്ടോ നിങ്ങളിത്. ഏതിലാണ് ഭഗത് സിംഗിന്റെ പാഠം ഏതാണെന്നറിയോ? അതിൽ ലാസ്റ്റ് വരുന്ന സംഭവം അത് ലാസ്റ്റ് പാരഗ്രാഫിലുണ്ട്. 1931 മാർച്ച് 23 അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഭഗത് സിംഗ് ജനിച്ചത് എവിടെ? എത്ര പേർക്ക് അറിയാം എന്റെ ആൻസർ? ഭഗത് സിംഗ് ജനിച്ചത് എവിടെ? പഞ്ചാബിലെ ലായ്പൂർ. ഓക്കെ, പഞ്ചാബിലെ ലായ്പൂർ ജില്ലയിലല്ലേ? 1907 സെപ്റ്റംബർ മാസത്തിലല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ത്യാഗം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ത്യജിക്കൽ, ഉപേക്ഷിക്കൽ. ഓക്കെ, ഉന്നതർ എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ്, വിപരീത പദം എഴുതുക. അധസ്ഥിതർ അല്ലേ? അധസ്ഥിതർ. ഗുരുപത്നിയുടെ ഒരു വലിയ പ്രതീകമായി അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. അദ്ദേഹമാണ് സുകുമാര കവി. സുകുമാര കവിയായില്ലേ വീണ്ടും പിന്നീട്? സുകുമാര കവി എഴുതിയ കാവ്യത്തിന്റെ പേര്, പാടിയ കാവ്യത്തിന്റെ പേര്? ശ്രീകൃഷ്ണവിലാസം കാവ്യം. ശ്രീകൃഷ്ണവിലാസം കാവ്യം അല്ലേ? നെക്സ്റ്റ്. ജാലിയൻ വാലാബാഗിൽ നടന്നത് എന്തായിരുന്നു ആ സംഭവം? ഞാൻ പറയട്ടെ? ഓക്കെ, പറഞ്ഞോ.
ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ജാലിയൻ ഒരു നീചമായ കൂട്ടക്കൊലയാണ് ജാലിയൻ വാലാബാഗ്. ജനറൽ ഡയർ എന്ന പട്ടാള മേധാവിയുടെ നേതൃത്വത്തിൽ 1919 നിർത്തലായ 2000-ൽ പരം ജനക്കൂട്ടത്തിന് നേരെ വെടിയുണ്ടകൾ നിറയൊഴിച്ചപ്പോൾ അവിടെ മരിച്ചു വീണത് 1500-ൽ പരം ഭാരത മക്കളായിരുന്നു. ഇതാണ് ജാലിയൻ വാലാബാഗിൽ നടന്നത്. അസംബ്ലി മന്ദിരത്തിൽ ഭഗത് സിംഗും കൂട്ടരും ബോംബിട്ടത് എന്നായിരുന്നു? ആർക്കറിയാം? നോക്കാതെ പേപ്പർ ലെറ്ററാ, അതറിയാം. പേപ്പർ ലെറ്റർ ഏതാണ് ഡേറ്റ്? അല്ല, വർഷം 1929. നെക്സ്റ്റ്, സ്മരണ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? സ്മരണ, ഓർമ്മ. ഓർമ്മ. നെക്സ്റ്റ്, കരുണ, ദയ, ദയവ്, ക്വസ്റ്റ്യൻ ഏകദേശം അറിയാലോ. ബാല്യത്തിലെ ഭഗത് സിംഗിന്റെ താല്പര്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ ഇതിൽ നിന്ന് താല്പര്യം അല്ലേ? ഇങ്ങനെയാ വരുക കുറേശ്ശെ ഇങ്ങനത്തേനല്ല, ഏകദേശം ഈ ഒരു മോഡലില്. യത്നം എന്താ അർത്ഥം? പ്രവൃത്തി അല്ലേ? നവജവാൻ ഭാരത് സഭ എന്ന് രൂപീകരിച്ചു? 1926. 1926 നവജവാൻ ഭാരത് സഭ. 1926 നവജവാൻ ഭാരത് സഭ രൂപീകരിച്ചു. ധർമ്മം, ഓപ്പോസിറ്റ് വേർഡ് ധർമ്മത്തിന്റെ. അധർമ്മം. സത്യം, അസത്യം. ജ്ഞാനി, ജ്ഞാനി. കാത്തരുളിയിടുക എങ്ങനെ പിരിച്ചെഴുതാം? പ്രഭാതഗീതം എന്ന കവിത ആരുടേതാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ക്വസ്റ്റ്യൻ ആൻസറും ടെക്സ്റ്റ് ബുക്ക് എല്ലാം നല്ലപോലെ വായിക്കണം. 3 പാഠവും നല്ലപോലെ വായിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചാൽ പോരാ, ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം, ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കണം. ഓക്കെ, എഴുതുന്നൊക്കെ ഓക്കെ. അപ്പോ പിന്നെ ഇത് നോട്ട് കംപ്ലീറ്റ് എഴുതിയെടുക്കണം. ഓക്കെ, ഇപ്പൊ നോട്ട് കംപ്ലീറ്റ് ആവാത്ത കുറെ പേരുണ്ട് അല്ലെ നമ്മുടെ കൂട്ടത്തില്? ഇടണത്രേ. എന്നേ നോട്ടാ? നോട്ട് കംപ്ലീറ്റ് ആക്കണേ. ഈ ജുവാന സ്റ്റക്കായിരുന്നു. കേരള ജുവാനാ കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. ജുവാനൊക്കെ നിജാദ് കേൾക്കുന്നുണ്ടോ? അപ്പൊ വീഡിയോ ഓൺ ആക്കുമ്പോ ക്ലിയർ ആവുന്നില്ല. അതെ അല്ലേ? അപ്പൊ എല്ലാം ഇത് എഴുതുന്നതൊക്കെ നന്നായി പഠിക്കുക. അരമന നോട്ട് കംപ്ലീറ്റ് ആക്കുക. ഷാനിഫ് കംപ്ലീറ്റ് ആക്കിയോ മോനെ? ഇല്ല, കംപ്ലീറ്റ് ആക്കണം കേട്ടോ. കംപ്ലീറ്റ് ആക്കാത്ത ഒരാളും മുമ്പോട്ട് പോകരുതേ, കംപ്ലീറ്റ് ആക്കണം. അപ്പൊ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആക്കി നന്നായി പഠിക്കുക.
ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? എല്ലാരും ടെക്സ്റ്റ് വായിക്കണേ. ഓക്കെ. മിക്സ് എക്സാം നടക്കുന്നത് കൂടെയാണോ? ഏത് എക്സാം സൂം ആപ്പിൽ കൂടെയാണോ നടത്തുന്നത്? സൂം ആപ്പ് ഇതേപോലെ ആയിരിക്കില്ല. നമുക്ക് കമ്പ്യൂട്ടറിനെ വാല്യൂ ചെയ്യുന്ന രീതിയിലായിട്ടാണ് 1 വേർഡ് ക്വസ്റ്റ്യൻ അതിനാക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ ക്വസ്റ്റ്യൻ കൂടുതലും സെലക്ട് ചെയ്യുന്ന അതിനാണ് കേട്ടോ. നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരും ടൈം ടേബിളിന്റെ കൂടെ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ സമയം കഴിഞ്ഞു. എല്ലാവരോടും ബൈ. ബൈ. ടാറ്റാ ബൈ ബൈ സി യു. ബൈ ബൈ ബൈ.